ആദ്യം ഞാൻ ഇടത് പ്രതിനിധിയോടാണ്. ഡോക്ടർ ബി ജയരാജ്, ആദ്യത്തെ രാജിയുമായി ബന്ധപ്പെട്ട ധാർമ്മികത ഉയർത്തിപ്പിടിച്ചു. ഇപ്പോൾ കോടതിയിൽ നിന്നും കൂടുതൽ ഗൗരവത്തിലുള്ള നിരീക്ഷണങ്ങളും വിമർശനങ്ങളും ഉത്തരവും വരുമ്പോൾ ആ ധാർമ്മികത വേണ്ട എന്നാണ്. തീർച്ചയായും അങ്ങനെയല്ല ഇന്നത്തെ വിധിന്യായത്തെ കാണേണ്ടത്. ഇന്നത്തെ വിധിന്യായത്തിനകത്ത് ഒത്തിരി ലൂപ്പ് ഹോൾസ് ഉണ്ട്, ഒത്തിരി എറേഴ്സ് ഉണ്ട്. കാരണം മന്ത്രിക്ക് നോട്ടീസ് അയച്ചിട്ടില്ല, മന്ത്രിയുടെ ഭാഗം കേട്ടിട്ടില്ല എന്നുള്ള സുപ്രധാനമായ 2 തെറ്റുകൾ ആ ഉത്തരവിലുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ പ്രധാനമായിട്ട് കാണേണ്ടുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏർപ്പെടുത്താം എന്ന് വേണമെങ്കിൽ ഭംഗ്യന്തരേണ കോടതി സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ക്രൈംബ്രാഞ്ചിൽ കോടതിയിൽ വിശ്വാസമുണ്ട്. ഇപ്പോൾ SHO അന്വേഷിച്ച് കഴിഞ്ഞാൽ അത് പ്രശ്നം ഉണ്ടാവുമെന്നുള്ള ഒരു വിഷയമുണ്ട്. ആ വിഷയങ്ങൾ അങ്ങനെ കിടക്കുമ്പോൾ തന്നെയും യാഥാർത്ഥ്യത്തിൽ ധാർമ്മികതയായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഇതിനകത്ത് സജി ചെറിയാൻ എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം തികച്ച ഒരു കൈപ്പിഴയാണ്. ശ്രീ KR ഗൗരി അമ്മയും VS അച്യുതാനന്ദനും അതുപോലെ G സുധാകരനുമൊക്കെ മത്സരിച്ച് ജയിച്ചു വന്ന പ്രഗത്ഭരും പ്രതിഭാശാലികളും ഉൽപ്പതിഷ്ണുക്കളായിട്ടുള്ള ആളുകൾ ജയിച്ചു വന്ന സ്ഥലത്തു നിന്നാണ് സജി ചെറിയാൻ ജയിച്ചെന്നുള്ളത് സത്യത്തിൽ CPM-ന് അതൊരു എന്താണെന്ന് പറയുന്നത് ആവശ്യമില്ലാതെ പേരേണ്ടെന്ന കാര്യമൊന്നുമില്ല. അതും പ്രത്യേകിച്ച് സാംസ്കാരിക വകുപ്പ് മന്ത്രി, ഒന്ന് ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആൾ. ഒന്നുകിൽ ഇത്തരമൊക്കെ കാര്യങ്ങളെക്കുറിച്ച് ബോധമുള്ള ആളുകളെ എടുക്കണം. അതുപോലെ KN ബാലഗോപാൽ, പിന്നെ രാജീവ്, അതുപോലെ MP രാജേഷ്, ഇങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ നമ്മുടെ മുഹമ്മദ് റിയാസ്, ഇങ്ങനെയൊക്കെയുള്ള നല്ല മന്ത്രിമാരുടെ കൂട്ടത്തിൽ ഇത്തരത്തിലുള്ള ആളുകൾ തീർച്ചയായിട്ടും ഈ ഗവൺമെൻറ്റിൻ്റെ പ്രതിച്ഛായക്ക് മങ്ങലേൽപ്പിക്കുക എന്നുള്ള കാര്യത്തിൽ ഇടത് നിരീക്ഷകർ എന്നുള്ള നിലയിൽ എനിക്ക് പറയാതിരിക്കാൻ വയ്യ. സജി ചെറിയാൻ ഞാൻ സിനിമ കാണാറില്ല, ഞാൻ പുസ്തകം വായിക്കാറില്ല, ഇങ്ങനെയൊക്കെയുള്ള നിരുത്തരവാദപരമായ ഒരുപാട് പ്രസ്ഥാനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്. അപ്പോൾ എന്തിനാണ് ഇത്തരം ആളുകളെ പേറുന്നതെന്നുള്ളതൊരു ചോദ്യം ചോദിച്ചില്ലെങ്കിൽ നമ്മളത് വെറുതെ ഒരു വാദത്തിന് വേണ്ടി ഇത്തരം കാര്യങ്ങളിലൊന്നും വാദിക്കാനൊന്നും പറ്റത്തില്ലെന്നേ. ധാർമ്മികത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവണ്ടേ ഒന്നാമത്തെ കാര്യം. അത് മനസ്സിലാവുന്നവരടുത്തല്ലേ അത് പറയാൻ പറ്റൂ. അത്തരത്തിലുള്ള ഒരാളിനെ സാംസ്കാരിക വകുപ്പ് വന്നിട്ട് വേറെ ഏതെങ്കിലും വല്ല എക്സൈസ് വകുപ്പോ തൊഴിൽ വകുപ്പോ വേറെ ഏത് വകുപ്പ് കൊടുത്താലും വേണ്ടിയില്ലായിരുന്നു. സാംസ്കാരിക രംഗത്തെ മലീമസമാക്കുന്ന ആകപ്പാടെ നമുക്കെല്ലാം ആയുധമായിട്ടുള്ള ഒരു ഇന്ത്യൻ പൗരനെ സൂക്ഷിക്കാവുന്ന എന്നുള്ള പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം അത് ശരിവെക്കുകയാണോ താങ്കളും? അല്ല, അങ്ങനെയല്ല. ഞാൻ അതിനെ ശരിവെക്കും. പിൻവാതിലൂടെ കയറ്റിയോ മുൻവാതിലൂടെ പ്രവേശനം ഉണ്ടായോ, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു എന്താണ് അതിന് പറയുന്നത് അറിവില്ലായ്മയെ അംഗീകരിച്ചു കൊടുത്തോ എന്നുള്ള വിഷയങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. അതല്ല ഇതിനകത്തുള്ളൊരു വിഷയം. ഇതിനകത്ത് ഞാൻ പറഞ്ഞു വന്നത് ഇതിനകത്ത് ധാർമ്മികതയാണ്. ഒരാളെ ഒരു പോർട്ട്ഫോളിയോ നിയമിക്കുന്നുണ്ട്, അയാളുടെ ബേസിക് മിനിമം ക്വാളിറ്റീസൊക്കെ അന്വേഷിച്ചിട്ട് വേണം നിയമിക്കാൻ. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിരുത്തരവാദിത്വപരമായ പ്രസ്ഥാനങ്ങൾ വരും. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, വിദ്യാഭ്യാസ വകുപ്പ് ചില വകുപ്പിലെ UDF ഭരിക്കുമ്പോൾ ചില മന്ത്രിമാരുടെ കയ്യിൽ വന്നു കഴിഞ്ഞാലുള്ള കുഴപ്പം, അവർ കാണിച്ചു വെച്ചിട്ടുള്ള വൃത്തികേടുകൾ, അതെല്ലാം നമുക്ക് നമ്മുടെ മുന്നിൽ വരികയാണ്. അത്തരത്തിലുള്ള കാര്യം ഇടതുപക്ഷ ഗവൺമെൻറ്റിൽ നിന്നുണ്ടാകുമ്പോൾ വളരെ വിഷമത്തോടു കൂടിയാണ് ഒരു ഇടതുപക്ഷ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ നിരീക്ഷകൻ എന്നൊക്കെയുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് സജി ചെറിയാൻ മാത്രമല്ലല്ലോ, ആഭ്യന്തര വകുപ്പ് കൂടിയല്ലേ. ഇതിൽ കൃത്യമായ അന്വേഷണം നടത്തിയില്ല, റിപ്പോർട്ട് കൊടുത്തില്ല, ആ റിപ്പോർട്ടിലെ വിവരങ്ങൾ എന്താണെന്ന് മജിസ്ട്രേറ്റും ആരാഞ്ഞില്ല എന്നുള്ളതാണ് കോടതിയുടെ വിമർശനം. അതുകൊണ്ടാണ് ഇതുവരെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചില്ല, സാക്ഷികളായ മാധ്യമപ്രവർത്തകരുടെ മൊഴിയെടുത്തില്ല. ഇതൊന്നും ചെയ്യാതെ സജി ചെറിയാൻ ഭരണഘടനയെ ലംഘിച്ചിട്ടില്ല, ഭരണഘടനാ വിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല എന്നൊരു റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് അന്വേഷണ സംഘം ചെയ്തത്. അപ്പോൾ അത് പിഴവ് സജി ചെറിയാൻ്റെ മാത്രമല്ല. ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കോടതി പറഞ്ഞ എന്താണ്, ഇത് നമ്മൾ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിക്കണം എന്നല്ലേ പറഞ്ഞത്. അതിന് മുന്നേ പറഞ്ഞ കാര്യങ്ങൾ കൂടി പറയൂ. എന്തുകൊണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം? മന്ത്രി എന്നുള്ള നിലയിൽ എന്തുകൊണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം? ക്രൈംബ്രാഞ്ച് കോടതിക്ക് തൃപ്തികരമായി തോന്നിയിട്ടുണ്ടാവില്ല. അന്വേഷണത്തെ കുറിച്ച് കോടതിക്ക് തൃപ്തികരമായി തോന്നിയിട്ടുണ്ടാവില്ല. കാരണം സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ, ഒരു മന്ത്രിയുടെ മുന്നിൽ ഒരു SHO ചെല്ലുമ്പോൾ സല്യൂട്ട് അടിച്ച് നിന്നുകൊണ്ടാണ് രേഖകൾ ശേഖരിക്കുന്നത്. ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ അങ്ങനെ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഒന്നും ചെലുത്താൻ പറ്റാത്ത ഒരു കക്ഷിയായിട്ട് കോടതിക്ക് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തട്ടെ എന്ന് പറഞ്ഞത്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വ്യാഖ്യാനമല്ല, വിവാദ പരാമർശമാണോ എന്ന് തീരുമാനിക്കാനുള്ള ഘടകം അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വ്യാഖ്യാനമല്ല. അങ്ങനെ വ്യാഖ്യാനിക്കുകയല്ല, അന്വേഷണം നടത്തി ആ റിപ്പോർട്ട് കൊടുക്കുകയാണ് വേണ്ടത്. കേസ് നിലനിൽക്കില്ല എന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നിഗമനം നിയമപരമായി നിലനിൽക്കില്ല. കാര്യങ്ങൾ തുറന്ന് സമ്മതിക്കുമ്പോൾ തന്നെ സജി ചെറിയാൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന അന്വേഷണ റിപ്പോർട്ട് ഇൻഡോർ മീറ്റിംഗിൽ അയാൾ നടത്തിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്.
ഞാൻ ഇത്രയും കാര്യങ്ങൾ തുറന്ന് സമ്മതിക്കുമ്പോൾ തന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. അനാവശ്യമായിട്ട് അങ്ങ് കയറി ക്രൂശിക്കത്തക്ക രീതിയിലുള്ള ഡയലോഗുകളൊന്നും സജി ചെറിയാൻ പറഞ്ഞൊന്നുമില്ല. ഈ കുടച്ചക്രം എന്ന് പറഞ്ഞതും കുന്തം എന്ന് പറയുന്നതും അത്ര വലിയ കുഴപ്പമുള്ള കാര്യങ്ങളൊന്നുമല്ല. കുടച്ചക്രം എന്ന് പറയുന്ന പൂരത്തിൽ വിരിയുന്ന ഒരു കുട പോലെ വിരിയുന്ന ഒരു സാധനവും കുന്തം എന്ന് ഉദ്ദേശിക്കുന്ന ഇംഗ്ലീഷിൽ പറയുന്ന സാധനം തന്നെ ശബ്ദതരാവിലെ എടുത്തിട്ട് കുന്തം പോലെ അല്ലെ കുടച്ചക്രം പോലെ നമ്മൾ ഗ്രാമീണ പ്രയോഗം തന്നെയാണത്. അതിന് ഗ്രാമീണ ഭാഷ എടുത്ത് ഉപയോഗിച്ചൊന്നും ന്യായീകരിക്കാൻ ഞാൻ നിൽക്കുന്നില്ല. വളരെ ഗ്രേവ് ഒഫൻസ് ഒന്നും അല്ല. പക്ഷെ അത് അങ്ങനെ അറിവില്ലായ്മ കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ആ സംഭവിച്ച പിഴയിലാണ് അയാൾ രാജിവെച്ചത്. പിന്നീട് അന്വേഷണം നടത്തി അയാൾ തിരിച്ചു വരികയും ചെയ്തു. അതിനുശേഷം കോടതിക്ക് അത് തൃപ്തികരമായിട്ട് തോന്നിയില്ല. പറയുന്നു ക്രൈംബ്രാഞ്ച് മുഖ്യമന്ത്രി രാജിവെക്കണം. വന്ന് ചേരുന്നത് എവിടെയാണെന്നറിയോ? ഒരു തർക്കത്തിന് വേണ്ടി പോലും ഇത്തരം കാര്യങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ള കാര്യം വ്യക്തമായ ബോധ്യത്തോടു കൂടിയാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ ഉന്നം വെക്കുന്നത് എവിടെയാണ്? ഇത് ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയമാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി രാജിവെക്കണം. ഇതൊരുമാതിരി UDF പറയുന്ന കണക്കോലാണല്ലോ സ്മൃതി പറയുന്നത്. ഞാൻ സത്യസന്ധമായി ആ സത്യസന്ധമായി ഞാൻ പറയുന്ന കാര്യങ്ങൾ വീഴ്ച എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ്? ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ച എന്ന് പറഞ്ഞാൽ എന്താണ് സ്മൃതി? മുഖ്യമന്ത്രി രാജിവെക്കണം ഞാൻ പറഞ്ഞോ? രീതിയിലുള്ള വ്യാഖ്യാനങ്ങളിലേക്കൊന്നും പോകണ്ട. അത്തരത്തിലുള്ള ഗ്രേവ് ഒഫൻസ് ചെയ്തത് എന്ന് പറഞ്ഞ കണക്കോല. അല്ലാതെ പഞ്ചാബ് മോഡൽ സമരം വേണമെന്ന് ബാലകൃഷ്ണപിള്ള പറഞ്ഞ കണക്കോലുള്ള സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒന്നും അതങ്ങനെ പറയട്ടെ. അത് അങ്ങനെയുള്ള ഒരാളല്ല മുഖ്യമന്ത്രി രാജിവെക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. മുഖ്യമന്ത്രി രാജിവെക്കണം എന്നല്ല പറഞ്ഞത്. ആഭ്യന്തര വകുപ്പിന് വീഴ്ചയുണ്ട്, പോലീസിന് വീഴ്ചയുണ്ട്. ആഭ്യന്തര വകുപ്പിന്റെ പരാജയം എന്ന് പറഞ്ഞാൽ പോലീസിന് വീഴ്ചയുണ്ടല്ലോ. കോടതി പറഞ്ഞതാണ്, ഞാനല്ല പറഞ്ഞത്. പരാജയം എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് മനസ്സിലാക്കുന്നത്? പോലീസിന്റെ വീഴ്ചയാണെന്ന് കോടതി എണ്ണി പറഞ്ഞത്. പോലീസിന്റെ വീഴ്ചയാണെന്ന് പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയെന്നല്ല. പോലീസിന്റെ വീഴ്ച എന്ന് പറഞ്ഞാൽ ഉടനെ ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയാണ്, അത് മുഖ്യമന്ത്രിയുടെ വീഴ്ചയാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി രാജിവെക്കണം. അധികാരത്തിൽ കയറിയിടം തൊട്ടേ കോൺഗ്രസ്സുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെ സ്മൃതി വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്മൃതിക്ക് എന്തെങ്കിലും പക്ഷപാതം ഉണ്ടാവും, സ്മൃതിക്ക് അത് പറയാം. ഞാൻ സത്യസന്ധമായിട്ട് അത് വളരെ ഫ്രീ ആയിട്ടാണ് ഞാൻ സംസാരിച്ചത്. എനിക്ക് വേണമെങ്കിൽ ഡിഫെൻഡ് ചെയ്യാം. അങ്ങേയറ്റത്ത് എനിക്ക് വേണമെങ്കിൽ ഒരു ഡെവിൾസ് അഡ്വക്കേറ്റ് ആവാം. സ്മൃതി, എനിക്കൊരു ഡെവിൾസ് അഡ്വക്കേറ്റ് ആവാം. ഞാനത് ചെയ്യുന്നില്ല. ഇത്ര ഓപ്പൺ ആയിട്ടാണ് ഞാൻ സംസാരിച്ചത്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ നമ്മളൊരു ഇടതുപക്ഷം നിൽക്കുന്നുണ്ടെങ്കിൽ ഇടതുപക്ഷത്ത് നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് ന്യായീകരിക്കുന്ന രീതിയല്ല ഞാൻ അവലംബിച്ചത്. അത് ഞാൻ ആദ്യം സ്മൃതിയോട് പറയാം. ശരി, അപ്പോൾ അതായത് താങ്കൾ പറയുന്നത് സജി ചെറിയാൻ മന്ത്രിയാവാൻ യോഗ്യനല്ല എന്ന കാര്യം താങ്കൾ പറയുന്നു. യോഗ്യനല്ലാത്ത ഒരാളെ മന്ത്രിയാക്കി എന്നുള്ള വിമർശനം താങ്കൾക്കുണ്ട്. അതേസമയം പോലീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടും കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടും താങ്കൾക്ക് വിമർശനമില്ല അല്ലേ? ഈ പോർട്ട്ഫോളിയോ അയാൾക്ക് പറ്റിയതായിരുന്നില്ല. പോർട്ട്ഫോളിയോ ആണ് പ്രശ്നം, ബാക്കിയെല്ലാം ഓക്കെയാണ്. പോർട്ട്ഫോളിയോ അയാൾക്ക് പറ്റിയതായിരുന്നില്ല. എന്ത് ന്യായീകരിച്ചാലും ശരി. അപ്പൊ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് എതിരഭിപ്രായമില്ല ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട്? അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു അഭിപ്രായമില്ല. ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ക്രൈംബ്രാഞ്ച് അന്വേഷണമല്ല, അതിന് മുന്നേ നടന്ന അന്വേഷണത്തെ കുറിച്ചാണ്. ശരി. Debate with Smriti Parithikar.